മഹാകവി കുമാരനാശാന്റെ ശ്രീബുദ്ധചരിതം 4-ാം ഖണ്ഡത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. ഒരു ദുസ്വപ്നത്തെ തുടർന്ന് തൻ്റെ പ്രിയതമനെ തനിക്ക് നഷ്ടമാകുമെന്നോർത്ത് ഭയപ്പെടുന്ന യശോധരയെ ഗൗതമൻ സമാധാനപ്പെടുത്തുന്ന ഭാഗമാണിത്. അന്യരായ അജ്ഞാതരാമസംഖ്യം കോടി ഭിന്ന ജന്തുക്കളെ ചൊല്ലി ഞാൻ ദുഃഖിപ്പൂ. പിന്നെ പ്രിയതമേ മൽപ്രാണനോടൊത്ത നിന്നെയോ നിസ്നേഹനായി മറപ്പു ഞാൻ. ഇപ്പോഴതുമല്ല വല്ലഭേ ഓർക്ക നിൻ ഗർഭസ്ഥനാമിൻ ശിശുവിൻ്റെ അമ്മ നീ. ഒപ്പം ഹൃദയമലിഞ്ഞതുണ്ടായിനി ഒപ്പം പരസ്പരാശയ്ക്കതു ഹേതുവാ. മുട്ടയിരിക്കുന്ന കൂടിനെ അമ്പരം മുട്ടിപ്പറക്കിലും പക്ഷി മറക്കുമോ. മുട്ടയിരിക്കുന്ന കൂടിനെ അമ്പരം മുട്ടിപ്പറക്കിലും പക്ഷി മറക്കുമോ. അന്യോന്യമങ്ങനെയുള്ള ബന്ധം പ്രിയേ ഭിന്നമായി പോകുമെന്നോർക്കലാഭിരുനീ. നിർവിണ്ണനായി ഒരു വേള ഞാൻ നിന്നെയും സർവസുഖങ്ങളെയും സന്ധ്യജിച്ചു പോയി. ദുർവഹമാം ക്ലേശമാർന്നൊടുവിൽ സ്വയം നിർവാണമാർഗം അറിഞ്ഞെന്നു വയ്ക്കുക. ലോകത്തിനൊക്കെ അതുമൂലമുണ്ടാകും ഏകാന്ത ഭാഗ്യമെന്താമിരുപേർ നമ്മൾ. ശോകവും ക്ലേശവും എത്രയാർന്നാലുമതാ കൃതകൃത്യതയോർക്കിൽ നിസാരമാം. പിന്നയനിർവാണവും അന്യജീവികൾക്കെന്ന പോൽ കാന്തേ നിനക്കുമുണ്ടാമല്ലോ. സുന്ദരീ നീയും സുഖവുമെല്ലാം നശ്യമെന്നതോർത്താണെനിക്കാധിയേറുന്നതും. അല്ലെങ്കിലും ലോകമസ്ഥിരമാണിതിൽ വല്ലതും നിശ്ചയമുള്ളതോ വല്ലഭേ. നല്ല ഭാഗ്യങ്ങൾ ഒരിക്കൽ വരും വരും വല്ലാത്ത യാപത്തുകൾ പിന്നൊരിക്കലും. കാറ്റിൻ ഗതിയെന്ന പോലെയും കേവലം ആറ്റിൻ പ്രവാഹം കണക്കെയും ജീവിതം. ഏറ്റവും ശീഘ്രമോടുന്നിതതിൽ തങ്ങി മാറ്റം വരുന്നു ശുഭാശുഭങ്ങൾക്കുമേ. നേരെയൊരുവനു സംഭവിക്കും പോലെ പാരടക്കം വരാം നന്മയും തിന്മയും. ഓരോരോ കാലത്തിൽ ഏതേതു ഭാവിയെന്നോരാ നരന്മാർ വരുന്നു വരേണ്ടവ. വാനവരും പാർക്കിലിങ്ങനെ തന്നെയാ ജ്ഞാനമവർക്കു തെല്ലേറിയെന്നായി വരാം. ഓരോരോ കാലത്തിൽ ഏതേതു ഭാവിയെന്നോരാ നരന്മാർ വരുന്നു വരേണ്ടവ. വാനവരും പാർക്കിലിങ്ങനെ തന്നെയാൻ ജ്ഞാനമവർക്കു തെല്ലേറിയെന്നായി വരാം.